ശ്രീ രാജീവ് ജയദേവ്, ഇപ്പോൾ നേരത്തെ ശ്രീ ടി സനീഷ് പറഞ്ഞു ബംഗ്ലാദേശിൽ ഇത്രയധികം ഔട്ട്ബ്രേക്കുകൾ ഉണ്ടായതിനു ശേഷമാണ് അതിൻ്റെ ഒരു കാരണത്തിലേക്ക് എത്താൻ സാധിച്ചത്. പലയിടത്തും അങ്ങനെയാണ്. നമുക്ക് 5 ഔട്ട്ബ്രേക്കുകൾ മാത്രമാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ വളരെ കോമൺ ആയിട്ടുള്ള ഒരു ഫാക്ടർ അതിൽ കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. ഈ പറയുന്ന റൂട്ട് എന്താണ് എന്ന് കണ്ടുപിടിക്കാൻ കഴിയാത്തതിൻ്റെ കാരണം അതാണ് എന്ന്. പക്ഷേ ശ്രീ രാജീവ് ജയദേവ്, നമുക്കങ്ങനെ ചെറുതായി കാണാൻ കഴിയുന്നതല്ല അല്ലേ? ഓരോ ജീവനും ഏറ്റവും പ്രധാനമാണ് എന്നുള്ളതാണ് നമ്മുടെയൊക്കെ കാഴ്ചപ്പാട്. ഇപ്പോൾ അടുത്ത ദിവസം തന്നെ കർണാടകയിൽ ഒരു അപകടമുണ്ടായപ്പോൾ ഓരോ സംസ്ഥാനവും ഓരോ ജനതയും ഓരോ ജീവനും നൽകുന്ന വില എന്താണ് എന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. നമ്മുടെ ജീവൻ നമുക്ക് പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ റൂട്ട് കണ്ടെത്തേണ്ടത്, കാരണം കണ്ടെത്തേണ്ടത് ഏറ്റവും അനിവാര്യമാണ് എന്ന് വിചാരിക്കുന്നവരാണ് നമ്മൾ. അതെ, ബംഗ്ലാദേശിന്റെ ഉദാഹരണം എടുക്കുകയാണെങ്കിൽ അവിടെ കാലാകാലങ്ങളായി പല ഔട്ട്ബ്രേക്കുകളും ഉണ്ടായിട്ടുണ്ട്. നിപ്പയെ പറ്റിയാണല്ലോ ചർച്ച. അതുകൊണ്ട് അവിടെ 341 വ്യക്തികൾക്കാണ് ഇതുവരെ നിപ്പ ബാധിച്ചതും അതിൽ 71% പേർ മരണപ്പെട്ടിരിക്കുകയാണ്. ഈ വർഷം അവിടെ 2 പേർക്കാണ് ഇതുവരെ നിപ്പ വന്നത്. അവർ 2 പേരും മരണപ്പെട്ടു. പക്ഷേ ഈ 2 ഔട്ട്ബ്രേക്കുകളും ഒരാളിൽ ഒതുങ്ങുകയാണ് ഉണ്ടായത്. ആദ്യത്തെ വ്യക്തിക്ക് 91 കോണ്ടാക്റ്റുകളാണ് അവർ ടെസ്റ്റ് ചെയ്ത് നെഗറ്റീവാണ് എന്ന് സ്ഥിരീകരിച്ചത്. അവർക്ക് ആർക്കും രോഗമുണ്ടായില്ല. രണ്ടാമത്തെ വ്യക്തി 67 കോണ്ടാക്റ്റുകളായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത് ബംഗ്ലാദേശുമായി സാമ്യമുള്ള ഒരുതരം ഔട്ട്ബ്രേക്കുകളാണ് കേരളത്തിലും ഇതുവരെ നടന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ ഔട്ട്ബ്രേക്കിൽ നിന്നും മറ്റുള്ളവരിലേക്ക് വ്യാപിക്കുമോ എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ നോക്കി കണ്ടുപിടിക്കേണ്ടത് തന്നെയാണ്. ഇത് ഒരു RNA വൈറസ് ആയതിനാൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതിൽ മാറ്റമുണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ മുൻപ് ഉള്ള പാരമ്പര്യം മാത്രം വെച്ച് ഇതിനെ അളക്കാൻ പറ്റില്ല എന്നുള്ളത് ഒരു വാസ്തവം തന്നെയാണ്. പക്ഷേ ബംഗ്ലാദേശില് ഇതുവരെയുള്ള ഡേറ്റ അനുസരിച്ചിട്ട് ഈ ഡേറ്റ് പാം സ്വാപ്പ് എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. പനങ്കള്ള് പോലെ ഒരു സാധനമാണ് അത്. ബംഗ്ലാദേശിൽ അത്യാവശ്യം മിക്കവരും തന്നെ അതൊരു കുടിക്കുന്ന ഒരു പാനീയമാണ്. അപ്പോൾ അത് കുടിച്ചത് കൊണ്ടാണ് ഈ രോഗം വരുന്നത് എന്നുള്ളത് അത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഇത്രയും പേർ, 10,000-കണക്കിന് പേർ എല്ലാ ദിവസവും കുടിക്കുന്ന ഒരു പാനീയമാണെങ്കിൽ എന്തുകൊണ്ട് കൂടുതൽ പേർക്ക് രോഗം വരുന്നില്ല എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. അപ്പോൾ അവിടെയും ഈ പറഞ്ഞതുപോലെ ഇതിന്റെ എക്സാക്ട് മെക്കാനിസം ഓഫ് ജമ്പ്, ഈ വൈറസ് ഈ വന്യജീവിയിൽ നിന്ന് മനുഷ്യരിലേക്ക് എങ്ങനെ ജമ്പ് ചെയ്യുന്നുള്ള അതും ഒരു ഊഹം മാത്രമാണ് ഈ ഡേറ്റ് പാം സ്വാപ്പ് എന്നുള്ളത്. അപ്പോൾ അത് നമുക്ക് കണ്ടുപിടിക്കാനാകും, ഇത്തവണയെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാനാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അത് ഇതിന്റെ ഒരു ടേണിംഗ് പോയിന്റ് തന്നെയാണ്. ചികിത്സകൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. വികസിത രാജ്യങ്ങളിൽ തന്നെ ഇതിന് സമാനമായിട്ടുള്ള ഹെൻഡ്ര വൈറസ് ഉണ്ട്. അവിടെ നിന്നാണ് ഇപ്പോൾ ഇതിനെപ്പറ്റിയുള്ള മോണോക്ലോണൽ ആന്റിബോഡികളൊക്കെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ മോണോക്ലോണൽ ആന്റിബോഡീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പറയുകയാണ്, ശരീരത്തിന്റെ ഇമ്മ്യൂൺ സിസ്റ്റം ഒരു അണുബാധ ഉണ്ടാകുമ്പോൾ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം പ്രതിരോധ നിര ഉത്പാദിപ്പിക്കുന്ന ചില തന്മാത്രകളാണ് ഈ ആന്റിബോഡികൾ. ഈ ആന്റിബോഡികൾ കൃത്രിമമായി നിർമ്മിക്കുമ്പോൾ അതിനെ മോണോക്ലോണൽ ആന്റിബോഡീസ് വിളിക്കുന്നു. എന്ന് വെച്ചാൽ വൈറസ് വരുമ്പോൾ ശരീരം ഉത്പാദിപ്പിക്കേണ്ടതായിട്ടുള്ള ആന്റിബോഡികൾ കൃത്രിമമായി മുൻകൂറായി കൊടുക്കുക എന്നുള്ളത് പ്രധാനമായും എക്സ്പോഷർ ഉള്ളവർക്കാണ് കൊടുക്കുന്നത്. രോഗിക്ക് ഇത് കൊടുത്താൽ ഇത് എത്രത്തോളം മെച്ചപ്പെടും എന്നുള്ളത് നമുക്ക് അറിയില്ല. കാരണം ഇത് വളരെ വിരളമായതുകൊണ്ട് ക്ലിനിക്കൽ ട്രയലിനൊന്നും നമുക്ക് സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഇതിന് ചികിത്സകൾ ഡെവലപ്പ് ചെയ്തിട്ടില്ല എന്നില്ല, ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഇത് മസ്തിഷ്കത്തെ ബാധിക്കുന്ന ഒരു രോഗമായതിനാൽ, ബ്രെയിനിനെ ബാധിക്കുന്ന രോഗമായതിനാൽ നമുക്കറിയാം അമീബിക് ബ്രെയിൻ ഇൻഫെക്ഷൻ നമ്മൾ കണ്ടു, റേബീസ് നമുക്കറിയാം. ഈ ബ്രെയിനെ ബാധിക്കുന്ന ഇൻഫെക്ഷൻസിന്റെ ഒരു ഔട്ട്കം വളരെ മോശമാണ് നിർഭാഗ്യവശാൽ. കാരണം അത് തലച്ചോറിനെ അത് ബാധിക്കുന്നതിനാൽ സപ്പോർട്ടീവ് കെയറിലാണ് ഇപ്പോൾ തൽക്കാലം ചികിത്സ ഒതുങ്ങുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിന്റെ മോർട്ടാലിറ്റി, ബംഗ്ലാദേശിലെ മോർട്ടാലിറ്റി 71% ആണ്. ഏകദേശം കേരളത്തിൽ ഇപ്പോൾ കഴിഞ്ഞ വർഷം 2 out of 6 കേസസ് ആണ് മരണപ്പെട്ടത്. അപ്പോൾ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കും എന്ന് പ്രതീക്ഷിക്കാം. ശരി, ഡോക്ടർ രാജീവ് ജയദേവ്.